probability distribution. Okay, binomial probability distribution. So binomial probability distribution പറയുന്നതിന് മുമ്പ് ബെർണോളി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ബൈനോമിയൽ ഓർ ബെർണോളി എന്നാണ് നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ബൈനോമിയലും ബെർണോളി ആക്ച്വലി രണ്ടും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, സോ ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്കിപ്പം ഇഫ് യു ഹാവ് എ റാൻഡം എക്സ്പെരിമെന്റ് വിത്ത് 2 outcomes. Okay, for example, tossing a coin. Okay, if you have a random experiment with 2 outcomes, one is success and one is failure. One is considered as success and one is considered as failure. For example, എന്താണ് tossing a coin. Tossing a coin ചെയ്യുമ്പോൾ നമുക്ക് either head or tail. Head നമ്മൾ സക്സസ് ആയിട്ടും tail failure ആയിട്ടാണ് കാണുന്നതെങ്കിൽ, and if you give the probability P to head, then probability of tail എന്തായിരിക്കും 1 minus P ആയിരിക്കും. Okay, probability P to head ആണെങ്കിൽ 1 minus P ആയിരിക്കും tailന്റെ probability. And this 1 minus P നെ നമ്മൾ എന്ത് ഡിനോട്ട് ചെയ്യും? is equal to Q എന്ന് ഡിനോട്ട് ചെയ്യും. ഓക്കെ, അപ്പം പ്രോബബിലിറ്റി ഓഫ് ഹെഡ് P യും പ്രോബബിലിറ്റി ഓഫ് ടെയിൽ Q, P plus Q equal to 1. അതാണ് ടോട്ടൽ പ്രോബബിലിറ്റി. അങ്ങനെ രണ്ട് ഔട്ട്കം മാത്രം വരുന്ന റാൻഡം എക്സ്പെരിമെന്റ്സ് കാണിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് ബെർണോളി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, Bernoulli probability distribution. So, suppose we have a distribution with 2 outcomes. Possible outcomes may be referred to as success and failure in the random experiment of tossing a coin. Refer head as success and tail as failure. And 1 minus P equal to Q. Okay, so അപ്പോൾ ഇവിടെ നമുക്ക് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്, ബെർണോളി റാൻഡം വേരിയബിളില് പി റേസ്റ്റ് എക്സ് 1 മൈനസ് പി റേസ്റ്റ് 1 മൈനസ് എക്സ് എന്ന് പറയാം. ഓക്കെ, ആൻഡ് 0 അതർവൈസ്. ഇതാണ് ഇവിടുത്തെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള ബൈനോമിയൽ എക്സ്പെരിമെന്റ് ആണ്. ബൈനോമിയൽ എക്സ്പെരിമെന്റ് എന്ന് പറയുമ്പോൾ ഈ ബെർണോളി ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് എന്താണ് ഉണ്ടായിരുന്നത്? ഒരു റാൻഡം എക്സ്പെരിമെന്റ് വിത്ത് 2 outcomes, സക്സസ് ആൻഡ് ഫെയിലിയർ. സോ ഇത് തന്നെ നമ്മൾ ഈ ഒരു റാൻഡം എക്സ്പെരിമെന്റ് തന്നെ n ടൈംസ് റിപ്പീറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഒരു കോയിൻ ടോസ് ചെയ്യുന്ന എക്സ്പെരിമെന്റ് n ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നു. സോ അങ്ങനെ വരുന്ന എക്സ്പെരിമെന്റ്സ് ആണ് ബൈനോമിയൽ എക്സ്പെരിമെന്റ്സ്. ഓക്കെ, ഇതിന്റെ പ്രോപ്പർട്ടീസ് ആണ് പറഞ്ഞിട്ടുള്ളത്. എക്സ്പെരിമെന്റ് കൺസിസ്റ്റ് ഓഫ് n ഐഡന്റിക്കൽ ട്രയൽസ്. ഈച്ച് ട്രയൽ റിസൾട്ട് ഇൻ സക്സസ് ഓർ ഫെയിലിയർ. പ്രോബബിലിറ്റി ഓഫ് സക്സസ് in a single trial is P. ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് P യും പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ ഇസ് Q. സോ okay, so if you have a random experiment which has 2 outcomes, one is considered as success, one is failure, then എന്താണ് പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് P, പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ Q, and if you repeat the random experiment n times, then that experiment is known as binomial experiment. Binomial experiment. അതിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ പറഞ്ഞത്. n ഐഡന്റിക്കൽ ട്രയൽസ് ഉണ്ടാവും, 1 failure 1 success, and probability of success P, probability of failure Q. The random variable x is number of success in n trials. So ഇവിടുത്തെ റാൻഡം വേരിയബിൾ എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സക്സസ് ഇൻ n ട്രയൽസ്. നോക്കാം ബൈനോമിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. Let there be n independent trials in an experiment and the random variable x denote the number of success. Random variable x denote the number of success in n trials, and P be the probability of success, Q be the probability of failure, and P plus Q equal to 1. Let the trials be independent and P is a constant on every trial. അപ്പൊ നമുക്ക് ഇവിടുത്തെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് അറിയണം അല്ലെ? എന്തായിരിക്കും? അതായത് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എന്താണ്? നമ്പർ ഓഫ് സക്സസ് ആണ്.
number of success in n trials. Number of success in n trials. So probability of x equal to r. Probability of x equal to r. That is r success in the probability. എന്തായിരിക്കും r success എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് n-ൽ നിന്ന് r ചൂസ് ചെയ്യാം. NCR into probability of r success into എത്ര ഫെയിലിയർ ആയിരിക്കും? ടോട്ടൽ n ട്രയൽസ് ആണുള്ളത്. സോ n minus r ഫെയിലിയേഴ്സ്. സോ അതിന്റെ പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? NCR P raised r Q raised n minus r ആയിരിക്കും. NCR P raised r Q raised n minus r. Q എന്ന് പറയുന്നത് ഫെയിലിയർ ആണ്. ഒരു ഫെയിലിയറിന്റെ പ്രോബിലിറ്റി ആണ്. സോ n minus r ഫെയിലിയേഴ്സ് ഉണ്ട്. സോ Q raised n minus r. പിന്നെ r സക്സസ് ആണുള്ളത്. സോ P raised r സക്സസ്. ആൻഡ് we choose r from n. So NCR P raised ഇത് അറിഞ്ഞിരിക്കണേ. NCR P raised r Q raised n minus r. Probability that x equal to r. അതാണ് binomial probability distribution. Probability of x equal to r is NCR P raised r Q raised n minus r. Where P plus Q equal to 1 and r equal to 0, 1, 2, 3, etc. n trials ആണ് നമുക്കുള്ളത്. സോ 0 മുതൽ n വരെ വാല്യൂസ്. ഇത് നമ്പർ ഓഫ് ട്രയൽസ് അല്ലേ നമുക്ക് തരുന്നത്? നമ്പർ ഓഫ് സക്സസ് ഔട്ട് ഓഫ് ടോട്ടൽ പ്രോബിലിറ്റി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഈ NCR P raised to r Q raised to n minus r എന്താണ്? 1 സക്സസ്. ഓക്കെ, 1 സക്സസ് അല്ലെങ്കിൽ 2 സക്സസ് എന്ന് പറയാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 സക്സസ്. അങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 1 സക്സസിന്റെ പ്രോബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? പ്രോബിലിറ്റി ദാറ്റ് x equal to 1. അപ്പൊ NC1 P raised to 1 Q raised to n minus 1. n-ന്റെ വാല്യൂ എന്താണോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ NCR P raised r Q raised n minus r എന്നുള്ളതാണ് നമ്മുടെ ഫോർമുല. Okay, then it is usually denoted as P of R. P of x equal to R is denoted as P of R. And successive probability. നമുക്ക് ഓരോ വാല്യൂസ് കൊടുത്തിട്ട് ആറിന് ഓരോ വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് P of 1, P of 2, അല്ലെ, P of 0, P of 1, P of 2 കണ്ടുപിടിക്കാൻ. Okay, so n and p occurring in the binomial distribution are called parameters of the distribution. അപ്പൊ നമുക്ക് ഇവിടെ 2 പാരാമീറ്റേഴ്സ് ആണുള്ളത്. എന്താണ്? n-ഉം p-യും. n and p are the parameters of binomial distribution. Binomial distribution പാരാമീറ്റേഴ്സ് n-ഉം p-യും. Okay. In the binomial distribution n, the number of trials is finite ആയിരിക്കും. നമുക്ക് finite number of times ആണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. Each trial has only 2 possible outcomes, usually called success and failure. നമ്മൾ പറഞ്ഞതാണ്. All the trials are independent and p is constant for all trials. Okay. So p യുടെ വാല്യൂ q യുടെ വാല്യൂ ഒക്കെ കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മൾ ഏതാണോ കോയിൻ ടോസ് ചെയ്യുന്ന എക്സ്പെരിമെന്റ് എടുത്താൽ നമുക്ക് എന്ത് പറയാം? p is equal to 1/2 അല്ലെ, q is equal to 1/2. അതുപോലെ നമുക്ക് ഓരോ എക്സ്പെരിമെന്റിനും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ റെക്കറൻസ് ഫോർമുല ഉണ്ട്. അതായത് റെക്കറൻസ് ഫോർമുല എന്ന് പറയുമ്പോൾ നമ്മൾ P of r-ന്റെ വാല്യൂലേക്ക് P of r plus 1-ന്റെ ഫോർമുല നമുക്ക് ഇതിന്ന് കണ്ടുപിടിക്കാം. So we know that P of r is equal to NCR P raised r Q raised n minus r. So ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ n factorial by n minus r factorial into r factorial നമുക്ക് എഴുതാം. ഓക്കെ, സോ P of r plus 1 ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സെയിം നമുക്ക് r-ന് പകരം r plus 1-ന്റെ വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. NCR plus 1 Q raised n minus r plus 1, അതായത് n minus r minus 1 P raised r plus 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, then P of r plus 1 by P of r കണ്ടുപിടിച്ചു. ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്യുമ്പോൾ we get n minus r by r plus 1 into P by Q. ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾ ടൈം കിട്ടുന്നതിനനുസരിച്ച് ചെയ്ത് നോക്കാം. ഇന്ന് ചെയ്ത് നോക്കിക്കോ. എന്താന്ന് വെച്ചാൽ ഇനിയിപ്പം ഓരോ കാര്യങ്ങൾ വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല. ഇനിയിപ്പം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി പോയി കഴിഞ്ഞാല് നമുക്ക് അതിനനുസരിച്ച് പോകാൻ പറ്റും.
സോ പി ഓഫ് ആർ പ്ലസ് 1 ബൈ പി ഓഫ് ആർ ജസ്റ്റ് ഡിവൈഡ് ചെയ്യാൻ എന്താ മതി. അപ്പൊ നമുക്ക് കിട്ടുന്നത് n മൈനസ് ആർ ബൈ ആർ പ്ലസ് 1 ഇൻറ്റു പി ബൈ ക്യൂ ഇൻറ്റു പി ഓഫ് ആർ എന്നാണ്. സോ ദിസ് ഇസ് ദ റെക്കറൻസ് ഫോർമുല ഫോർ ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. സോ പി ഓഫ് 1 തന്നിട്ടുണ്ടെങ്കിൽ പി ഓഫ് 2 കണ്ടുപിടിക്കാം. അങ്ങനെ ഓരോന്നും സക്സസീവ്ലി കണ്ടുപിടിക്കാൻ ഇത് യൂസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. സോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഫോർമുല പി ഓഫ് ആർ ഇസ് ഈക്വൽ ടു എൻ സി ആർ പി റേസ്ഡ് ആർ ക്യൂ റേസ്ഡ് എൻ മൈനസ് ആർ നമ്മൾ പറഞ്ഞു. ഇനി മീനിന്റെ ഫോർമുല നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. മീനിന്റെ ഫോർമുല പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലെ മീനിന്റെ ഫോർമുല എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്നലെ പറഞ്ഞാണ് ഈ ഇക്വേഷൻ. മീൻ മ്യൂ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ആർ പി ഓഫ് ആർ, ആർ ഈക്വൽ ടു 0 to n. ഓക്കെ, മ്യൂ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ആർ പി ഓഫ് ആർ. ഓക്കെ, സോ ദെൻ പി ഓഫ് ആറിന്റെ ഫോർമുല എന്താണ്? പി ഓഫ് ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എൻ സി ആർ ക്യൂ റേസ്ഡ് എൻ മൈനസ് ആർ പി റേസ്ഡ് ആർ. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇവിടെ എക്സ്പാൻഡ് ചെയ്തു, ആറിന് വാല്യൂസ് കൊടുത്ത് എക്സ്പാൻഡ് ചെയ്യാം. ആർ ഈക്വൽ ടു 0 എടുക്കുമ്പോൾ 0 ആയിപ്പോ. ആർ ഈക്വൽ ടു 1 ഇൻറ്റു എൻ സി 1 ക്യൂ റേസ്ഡ് എൻ മൈനസ് 1 പി റേസ്ഡ് 1 പ്ലസ് ആറിന് 2 കൊടുക്കാം. അങ്ങനെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എൻ വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മളിത് എക്സ്പാൻഡ് ചെയ്തു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എൻ സി 1 എൻ സി 2 എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കി, എൻ സി 1 എക്സ്പാൻഡ് ചെയ്തു, എൻ ഇൻറ്റു എൻ മൈനസ് 1 ബൈ 2, എൻ സി 2 അങ്ങനെ എക്സ്പാൻഡ് ചെയ്തു. ലാസ്റ്റ് എൻ സി എൻ ഇസ് 1. സോ ഇവിടെ n ഉണ്ട്, n ഇൻറ്റു പി റേസ്ഡ് n വരും. സോ ദെൻ എൻ പി ഇതിൽ കോമൺ എടുത്തു. എൻ പി കോമൺ എടുത്തിട്ട് നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എൻ പി ഇൻറ്റു ക്യൂ റേസ്ഡ് എൻ മൈനസ് 1 പ്ലസ് എൻ മൈനസ് 1 ക്യൂ റേസ്ഡ് എൻ മൈനസ് 2 പി എക്സെട്ര ഇത്. സോ അത് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ക്യൂ റേസ്ഡ് എൻ മൈനസ് 1 കോഎഫിഷ്യന്റ് എൻ മൈനസ് 1 സി 0 എന്ന് കൊടുക്കാം. അതായത് എൻ മൈനസ് 1 സി 0, എൻ സി 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആണ്. സോ എൻ മൈനസ് 1 സി 0 1 ആയിരിക്കും. So n minus 1 is n minus 1 c 1, it is n minus 1 c 2, then we get this expression. So that is endu parayam q plus p whole raised n minus 1 inde expression aanu. np into q plus p whole raised n minus 1 inde expression aanu. So q plus p endha? p plus q is 1, q plus p is 1. സോ ഇത് 1 ആണ്. സോ ദാറ്റ് ഇസ് എൻ പി. മീൻ എന്ന് പറയുന്നത് എന്താണ്? മീനിന്റെ വാല്യൂ എൻ പി. മീൻ മ്യൂ ഇസ് ഈക്വൽ ടു എൻ പി. സോ ഫോർ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ മീൻ ഇസ് എൻ പി. അതിന്റെ പ്രൂഫാണ് നമ്മളിവിടെ കണ്ടത്. ഓക്കെ, ഹെൻസ് ദ മീൻ ഓഫ് ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് എൻ പി. Then variance ന്റെ ഫോർമുല നമ്മൾ എന്താ പറഞ്ഞത്? സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ആർ സ്ക്വയർ പി ഓഫ് ആർ മൈനസ് മ്യൂ സ്ക്വയർ അല്ലെ. അപ്പൊ ആർ സ്ക്വയർ പി ഓഫ് ആറിന്റെ ഫോർമുല അറിയാം. ഓക്കെ, ഇവിടെ ഒരു ആർ സ്ക്വയറിന് ഒരു ആറ് ആഡ് ചെയ്യും, സബ്ട്രാക്ട് ചെയ്യും ചെയ്തിട്ടുണ്ട് ഫോർ കാൽക്കുലേഷൻ. ആർ പ്ലസ് ആർ ഇൻറ്റു ആർ മൈനസ് 1 എന്ന് പറയുമ്പോൾ ഒരു ആറ് ആഡ് ചെയ്യും ചെയ്തിട്ടുണ്ട്. ഒരു ആറ് ഇത് കാണുന്നില്ലേ, ആറ് സബ്ട്രാക്ട് ചെയ്യും ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ അത് എക്സ്പാൻഡ് ചെയ്യുമ്പോ സമ്മേഷൻ ആർ പി ഓഫ് ആർ മൈനസ് സമ്മേഷൻ ആർ പി ഓഫ് ആർ. വെയിറ്റിംഗിൽ കുറച്ച് ആൾക്കാരുണ്ട്, ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാനാവോ? ഓക്കെ, മീൻ ഓഫ് ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എൻ പി ആണ് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് വേരിയൻസിന്റെ എക്സ്പ്രഷനിൽ ഇതിട്ട് കൊടുത്തു. ദെൻ ആർ ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു. ദെൻ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആർ ഇൻറ്റു പി ഓഫ് ആർ പ്ലസ് ആർ ഇൻറ്റു ആർ മൈനസ് 1 ഇൻറ്റു പി ഓഫ് ആർ. ആർ ഇൻറ്റു പി ഓഫ് ആർ ഉണ്ട് സമ്മേഷൻ. ദെൻ ആർ ഇൻറ്റു ആർ മൈനസ് 1 ഇൻറ്റു പി ഓഫ് ആർ മൈനസ് മ്യൂ സ്ക്വയർ. Then what is this? R into summation R P of R.
summation r p of r ആണ് എന്ത് mean of the distribution. ഓക്കെ അല്ലേ, നമ്മൾ മീനിന്റെ ഫോർമുല പറഞ്ഞ എന്താണ് സമ്മേഷൻ ആർ പി ഓഫ് ആർ അല്ലേ അല്ലെ. സമ്മേഷൻ ആർ പി ഓഫ് ആർ എന്ന് പറയുന്നത് മീൻ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ. മീൻ എന്താന്ന് നമുക്ക് അറിയാം, നമ്മൾ എന്താ പഠിച്ചത്, എൻ പി ആന്ന് കണ്ടു. ഓക്കെ, മീൻ ഇസ് എൻ പി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, so mean mu plus summation r into r minus 1 p of r substitute ചെയ്തു ncr q raised to n minus r p raised to r minus mu square. then ഇവിടെ നമുക്ക് r ന് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ r equal to 2 to n ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടായിരിക്കും, r equal to 0 കൊടുക്കുമ്പോൾ ഈ എക്സ്പ്രഷൻ 0 ആയി പോകും. r equal to 1 നും എക്സ്പ്രഷൻ 0 ആയി പോകും. കാരണം ഇവിടെ r minus 1 എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. സോ 1 minus 1 0 വരും. സോ r equal to 0ക്കും 1 നും ഈ എക്സ്പ്രഷൻ 0 ആവും. സോ വി ക്യാൻ സം ഫ്രം r equal to 2 to n. നോക്കിയിട്ട് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ ഇവിടെ ചെയ്തത് എന്താണ്, r equal to 0 1 0 ആണ്. സോ നെക്സ്റ്റ് ഇനി ഇവിടെ നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാം. അതായത് r equal to 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. r equal to 2 കൊടുക്കുമ്പോൾ 2 into 1 into nc2 q raised to n minus 2 p raised to 2 plus 3 കൊടുക്കുക. അങ്ങനെ എക്സ്പാൻഡ് ചെയ്തു. എക്സ്പാൻഡ് ചെയ്ത് ncr എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, ആറിന് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സമ്മേഷൻ എക്സ്പാൻഡ് ചെയ്തു ഇവിടെ. ദെൻ nc2 എക്സ്പാൻഡ് ചെയ്യാം, nc3 എക്സ്പാൻഡ് ചെയ്യാം, എക്സെട്ര. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, n into n minus 1 അത് കോമൺ എടുത്തു. n into n minus 1 into p സ്ക്വയർ നമുക്ക് കോമൺ എടുക്കാം. n into n minus 1 into p സ്ക്വയർ കോമൺ എടുക്കാം. മൈനസ് മ്യൂ സ്ക്വയർ അവിടെ കിടക്കുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് കിട്ടുന്നത് q raised to n minus 2 plus n minus 2 into q raised to n minus 3 p plus etc p raised to n minus 2. So that is നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ അവിടെ q raised to n minus 2 is n minus 2 c0. n minus 2 c0 എന്ന് പറയുമ്പോൾ that's 1 അല്ലേ, c0 is 1. So n minus 2 c0 is 1 and n minus 2 is n minus 2 c1. So ഇത് ഇതിന് വീണ്ടും തിരിച്ച് നമ്മൾ എക്സ്പാൻഷൻ കൊടുക്കാം. സോ ദാറ്റ് ഇസ് എന്താണ്, അപ്പൊ ഇത് q plus p whole raised n minus 2 ആണ്. ദിസ് എക്സ്പ്രഷൻ ഇസ് q plus p whole raised n minus 2 and q plus p എന്താണ്, q plus p is 1. സോ സിമിലർ പ്രൊസീജിയർ ആണ്, ലാസ്റ്റ് ടൈം ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ. q plus p whole raised n minus 2 that is 1. സോ സമ്മേഷൻ എന്തായി മാറും, mu plus n into n minus 1 p square minus mu square എന്ന് വരും അല്ലെ. സോ ഇതൊന്ന് ജസ്റ്റ് നമുക്ക് നോക്കിയാൽ ഇവിടെ എന്താണ്, n സ്ക്വയർ p സ്ക്വയർ ഇവിടെ മൈനസ് ഉണ്ട് ആൻഡ് n സ്ക്വയർ p സ്ക്വയർ നമുക്ക് ഇവിടെ ഒരു ടേം കൂടെ വരും. ഈ ടേമിൽ ഒരു ടേം n സ്ക്വയർ p സ്ക്വയർ വരില്ലേ. സോ അത് ക്യാൻസൽ ചെയ്ത് ഫൈനലി നമുക്ക് np into 1 minus p. 1 minus p is q, that is np q എന്ന് കിട്ടും. സോ എന്താ നമ്മൾ ചെയ്തത്, വേരിയൻസ് ആണ് ചെയ്തത്. വേരിയൻസ് കിട്ടിയത് എന്താണ്, np q എന്നാണ്. സോ ഫോർ ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ മീൻ ഇസ് എന്താണ്, മീന്റെ വാല്യൂ നമ്മൾ പറഞ്ഞു np ആൻഡ് വേരിയൻസിന്റെ വാല്യൂ ഈസ് np q. So that is very important. Mean is np and variance is npq.
Okay, so variance of binomial distribution is NPQ, and standard deviation. Standard deviation എന്ന് പറഞ്ഞാൽ എന്താണ്? Root of the variance. Root of variance ആണ് standard deviation. Root of variance. That is root of NPQ. Root of NPQ ആണ് standard deviation. ഇത് moments ആണ് നമുക്ക് വേണ്ട. Okay, so binomial distribution ആണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. What is binomial distribution? If you have a random experiment with two outcomes, one is success and one is failure. Okay, probability of success is P and probability of failure is Q. And if you repeat the random experiment n times, we get a binomial experiment. Binomial experiment probability distribution ആണ് പറഞ്ഞത് NCR, P raised to R, Q raised to n minus R. And mean എന്താണ്? NP. Mean binomial distribution parameters ആണ് n and p. Binomial distribution parameters ആണ് n and p. അതിന്റെ രണ്ടിന്റെയും പ്രൂഫ് എങ്ങനെയാന്ന് കണ്ടു. വേരിയൻസും മീനും. വേരിയൻസ് is NPQ and mean is NP. Next is a problem. Question: during war, one ship out of 9 was sunk on an average in making a certain voyage. What was the probability that exactly 3 out of a convoy of 6 ships would arrive safely? Question മര്യാദ വായിച്ചു നോക്കാം. During war, one ship out of 9 was sunk. അപ്പം one ship out of 9 was sunk. So probability of a ship arrive safely അല്ലെങ്കിൽ ഒരു ഷിപ്പ് സിങ്ക് ചെയ്യാനുള്ള ഒരു പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/9 ആയിരിക്കും അല്ലെ? സേഫ് ആയിട്ട് അറൈവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 minus 1/9. 1 minus 1/9 ആണ് ഒരു പ്രോബബിലിറ്റി ഓഫ് എ ഷിപ്പ് അറൈവ് സേഫ്ലി എന്ന് പറയാൻ പറ്റുന്നത്. 1/9 is probability that ആ ഷിപ്പ് സിങ്ക് ചെയ്ത് പോകുന്നത്. സോ 1/9, 1 minus 1/9 നമുക്ക് 8/9 കിട്ടും. പ്രോബബിലിറ്റി ദാറ്റ് ഷിപ്പ് അറൈവ് സേഫ്ലി. ദെൻ ഇത് എത്ര ടൈംസ് എന്താ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് വാസ് ദ പ്രോബബിലിറ്റി ദാറ്റ് 3 out of 6 would arrive safely അല്ലെ? 3 out of 6 would arrive safely. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? പ്രോബബിലിറ്റി ദാറ്റ് x equal to 3 അല്ലേ? x equal to 3. ഇവിടുത്തെ n വാല്യൂ എന്താണ്? n equal to 6 ആണ്. 6 ടൈംസ് നമ്മുടെ ഷിപ്പ് പോകുന്നുണ്ട്. അതിൽ 3 എങ്കിലും സേഫ് ആയിട്ട് അറേഞ്ച് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ആണ് നമുക്ക് വേണ്ടത്. സോ n equal to 6, we have to find probability that x equal to 3. And probability of success എന്താണ്? സ്മോൾ p. സ്മോൾ p എന്താ കിട്ടുന്നത്? അറേഞ്ച് സേഫ്ലി 1/8/9. And q യുടെ വാല്യൂ എന്താണ്? 1 minus, നമുക്ക് അത് 1/9 ആണ് ഓൾറെഡി തന്നിട്ടുള്ളത്. 1/9. ഓക്കെ, അപ്പൊ q is equal to 1/9, p is equal to 8/9, n equal to 6. Probability that x equal to 3 നമുക്ക് കണ്ടുപിടിക്കാം. Probability that x equal to 3 കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാമല്ലോ ഫോർമുല. ബൈനോമിയൽ. ഓക്കെ, സോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഫോർമുല യൂസ് ചെയ്യാം. പ്രോബിലിറ്റി ദാറ്റ് x equal to 3 എന്ന് പറയുമ്പോൾ എന്താണ്? NCR, P raised R, Q raised n minus R അല്ലെ? നമ്മുടെ ഫോർമുല എന്താണ്? NCR, P raised R, Q raised n minus R. So probability that x equal to 3, x equal to R അല്ലെ? So NCR, 6CR, 6C3, P raised 3, Q raised n minus 3. n minus 3 എന്ന് പറയുമ്പോൾ 6 minus 3, 3. പിയുടെയും ക്യൂടെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 63 1/9 raised to 3, 8/9 raised to 3. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വാല്യൂസ് കണ്ടുപിടിക്കാം. Okay.
സോ നമുക്ക് എപ്പോഴും അറിഞ്ഞിരിക്കണം എന്താണ് ബൈനോമിയൽ എക്സ്പെരിമെന്റ്സ് എന്ന് പറയുമ്പോൾ 2 ഔട്ട്കംസ് മാത്രമേ ഉള്ളൂ. അതായത് ഒരു ഡൈ ത്രൂ ചെയ്യുന്നത് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ബൈനോമിയൽ എക്സ്പെരിമെന്റ് ആണ് പറയാൻ പറ്റില്ല. അപ്പോൾ എയ്തർ സക്സസ് ഓർ ഫെയിലിയർ ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സിൽ മാത്രമാണ് എന്ത് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുള്ളൂ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുള്ളൂ. ആൻഡ് ആ n എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള സ്മോൾ ആയിട്ടുള്ള നമ്പർ ആണെങ്കിലാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത്. സോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബിലിറ്റി എന്താണ്, പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ NCR P raised to Q raised to n minus. Next question. Assume that on the average, one telephone number out of 15 called between 2 p.m. and 3 p.m. on weekdays is busy. What is the probability that if 6 randomly selected telephone numbers are called, first one, not more than 3, second, at least 3 of them will be busy? Question ഒന്നുകൂടി വായിച്ചു നോക്കാം. One telephone number out of 15 is busy എന്നാണ് പറഞ്ഞിട്ടുള്ളത്. So busy ആവാനുള്ള probability that the telephone number is being busy between 2 and 3 on weekdays എന്താണ്, 1 out of 15 ആണ്. 1 by 15 is the probability. Then probability of failure, നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതും ബിസി ആയിട്ടുള്ളതാണ്. അത് അപ്പൊ സക്സസ് ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. എന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളതും അറ്റ്ലീസ്റ്റ് 3 of them busy അല്ലെ, നോട്ട് മോർ ദാൻ 3. സോ P is equal to 1 by 15 എടുത്താൽ മതി. P is equal to 1 by 15 എടുക്കാം. Then Q യുടെ വാല്യൂ എന്ത് വരും, 1 minus 1 by 15, 14 by 15 വരും. ആൻഡ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇഫ് 6 randomly selected telephone numbers are called. അപ്പൊ 6 കോൾസ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്നിന്റെ വാല്യൂ എന്തായിരിക്കും, n is equal to 6 വരും. n equal to 6. 1 by 15 കിട്ടി, P Q 14 by 15 കിട്ടി. ഇതൊന്നും നമുക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ബാക്കി നമുക്ക് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ ഫോർമുല ഓൾറെഡി അറിയാം. പിന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാല് ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്, നോട്ട് മോർ ദാൻ 3 ഇങ്ങനെയൊക്കെ വരുമ്പോ കറക്റ്റ് ആയിട്ടുള്ള ഇത് അറിഞ്ഞിരിക്കണം. നോട്ട് മോർ ദാൻ 3 എന്ന് പറയുമ്പോൾ ഏതൊക്കെ വാല്യൂസ് വരാം, നോട്ട് മോർ ദാൻ 3 ആണ് അല്ലെ. 3 നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം അല്ലെ, 2 വരാം, 1 വരാം, 0 വരാം. ഓക്കെ, അപ്പൊ പ്രോബബിലിറ്റി ദാറ്റ് x ലെസ് ദാൻ 3 അല്ലെങ്കിൽ r ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്നുള്ളതാണ് നോട്ട് മോർ ദാൻ 3 എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. നോട്ട് മോർ ദാൻ 3 എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി ദാറ്റ് r ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇറ്റ് മീൻസ് എന്താണ്, it means probability of 0 plus probability of 1 plus 2 plus 3. Okay. Probability of r less than or equal to. So probability of r എന്താണെന്ന് അറിയാലോ, NCR P raised to r Q raised to n minus r. അപ്പൊ ആ ഫോർമുല ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്കിവിടെ ആൻസർ കിട്ടും. ചെയ്തു നോക്കി. P of 0 എന്താ വരാ, 6 n is equal to 6 അല്ലേ. 6 is 0, P raised to 0 Q raised to n minus 0. P raised to 0 1 ആണ്. And 14 by 15 whole raised to 6 വരും. Plus P of 1, 61, P raised to 1 Q raised to n minus 1. P raised to 1 പറയുമ്പോൾ 1 by 15 into 14 by 15 raised to 5 plus 62 1 by 15 square whole square by into 14 by 15 raised to 4. അത് നമുക്ക് P of 3 കണ്ടുപിടിക്കും. സോ സം ചെയ്താൽ നമുക്ക് ഇവിടെ ആൻസർ കിട്ടും. സോ ജസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക എന്നുള്ളതേ ഉള്ളൂ.
നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് വൺ, അറ്റ് ലീസ്റ്റ് 3 of them will be busy. At least 3 busy. At least 3 എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? 3 എങ്കിലും ഉണ്ടായിരിക്കണം. അതായത് 3 ആകാം, 4 ആകാം, 5 ആകാം, 6 ആവാം അല്ലെ? 6 വരെയാണുള്ളത്, 6 calls ആണുള്ളത്. So at least 3 busy means probability that R is at least 3 greater than or equal to 3 അല്ലെ? Probability that R is greater than or equal to 3, which means probability of 3 plus probability of 4 plus probability of 5 plus probability of 6. Just substitute ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചാൽ. സോ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഇതിൽ ഏകദേശം എല്ലാം സിമ്പിൾ തന്നെയായിരിക്കും, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എല്ലാം. പിന്നെ തന്നെ എടുത്തൊന്ന് ചെയ്ത് നോക്കാം കേട്ടാ. ഞാൻ പിന്നീട് വെച്ചാൽ ഇനി മറന്നുപോകും. ഇപ്പൊ തന്നെ ചെയ്ത് നോക്കിയാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു 5 മിനിറ്റിൽ ഇതെല്ലാം നോക്കിയാൽ ചെയ്യാൻ പറ്റും. Okay, next question. 6 dice are thrown 729 times. How many times do we expect at least 3 dice to show a 5 or 6? 6 dice are thrown 729 times. Okay. 6 dice ഉണ്ട്, 729 times throw ചെയ്യുന്നുണ്ട്. How many times do you expect at least 3 dice to show a 5 or 6? Okay. നമുക്ക് എന്താണ് സക്സസ് എന്ന് പറയുന്നത്? എന്താണ് നമുക്ക് കിട്ടേണ്ടത്? എക്സ്പെക്ട് അറ്റ് ലീസ്റ്റ് 3 dice to show a 5 or 6 അല്ലെ? ചാൻസ് ഓഫ് ഗെറ്റിംഗ് 5 or 6. 5 or 6. So P is probability of success, the chance of getting 5 or 6. 5 or 6 എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് 2 ആണ് അല്ലെ? ഔട്ട് ഓഫ് 6 ആണ് അല്ലെ? 2 out of 6, that is 2 by 6, that's 1 by 3. Then Q എന്ന് പറയുന്നത് 1 minus 1 by 3, that is 2 by 3. P യും Q കണ്ടുപിടിക്കാം. Then N എന്ന് പറയുന്നത് എന്താണ്? 6 dice ആണ് നമ്മൾ ത്രോ ചെയ്യുന്നത്. 6 dice ആണ് നമ്മൾ ത്രോ ചെയ്യുന്നത്. ആൻഡ് ഒരു ക്യാപിറ്റൽ എന്നോട് എടുക്കുക. എന്താണ്? കാരണം ഈ പ്രോസസ് നമ്മളൊരു 729 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? 729 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ ക്യാപിറ്റൽ N is equal to 729. Okay. So probability of success കിട്ടി, Q കിട്ടി, N കിട്ടി. Then expected number of times at least 3 dice showing 5 or 6. എങ്ങനെ കണ്ടുപിടിക്കാം? That is at least 3 അല്ലേ? At least 3 dice showing 5 or 6. At least 3 എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ എന്താ പറഞ്ഞത്? At least 3 എന്ന് പറയുമ്പോൾ probability that R greater than or equal to 3 ആയിരിക്കണം അല്ലെ? Probability that R is greater than or equal to 3 ആണ്. At least 3. R is greater than or equal to 3. ഇവിടെ നമ്മൾ 729 റിപ്പീറ്റ് ചെയ്യുന്നുള്ളതുകൊണ്ട് നമ്മളൊരു 729 മൾട്ടിപ്ലൈ ചെയ്യാം. ആൻഡ് എന്ത് ചെയ്യാം? പ്രോബിലിറ്റി ദാറ്റ് R is greater than or equal to 3 എന്ന് പറയുമ്പോൾ 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം അല്ലെ? 6 ഡൈസ് ആണ് ത്രോ ചെയ്യുന്നത്. അപ്പോ that's equal to probability that R is equal to R is equal to 3 plus probability of 4 plus probability of 5 plus probability of 6 എന്നുള്ളതാണ് വരുന്നത്. സോ പ്രോബിലിറ്റി ഓഫ് 3 എന്ന് പറയുമ്പോൾ 63, 2 by 3 raised to 3, 1 by 3 raised to 3. ആ ഫോർമുല ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. NCR P raised to R, Q raised to N minus R. പ്രോബിലിറ്റി ഓഫ് 4 എന്ന് പറയുമ്പോൾ 64, 1 by 3 raised to 4, 2 by 3 raised to 2. അതുപോലെ P of 5 ഉം P of 6 ഉം.
ജസ്റ്റ് കമ്പ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, എന്നാ എന്തായിരുന്നു ചെയ്ത് നോക്കണേ. ഈ പ്രോബ്ലംസ് എല്ലാം സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഓക്കെ, ജസ്റ്റ് നമ്മൾ ഇങ്ങനെ കാണുന്നതിനേക്കാളും എഴുതി ചെയ്ത് നോക്കിയില്ലെങ്കിൽ നമുക്കത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എന്ന് മനസ്സിലാവില്ല. ഓക്കെ, next question. Out of 800 families with 4 children each, how many families would be expected to have 2 boys and 2 girls? Second one, at least 1 boy. Third one, no girl. Fourth one, at most 2 girls. Assume equal probabilities for boys and girls. Okay, out of 800 families with the 4 children, അല്ലേ? 4 children ഉണ്ട്. അപ്പൊ അതാണ് നമ്മുടെ n ആയിട്ട് എടുക്കേണ്ടത്. സ്മോൾ n ആയിട്ട് എടുക്കേണ്ടത് എന്താണ്? 4 ചിൽഡ്രൻ തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ സ്മോൾ n ഇസ് ഈക്വൽ ടു 4 ആണ്. ഇനി 800 ഫാമിലീസ് ഉണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ 729 ടൈംസ് റിപ്പീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ പോലെ തന്നെ ക്യാപിറ്റൽ n ആയിട്ട് വേണം എന്തെടുക്കാൻ? 800നെ എടുക്കാൻ. ഓക്കെ, 800 എന്ന് പറയുന്നത് ക്യാപിറ്റൽ n ആണ്. ഇനി ബോയ്സിന്റെ ഗേൾസിന്റെ പ്രോബബിലിറ്റി ഒന്നും തന്നിട്ടില്ല. പക്ഷെ വി ക്യാൻ അസ്യൂം ദാറ്റ് p is equal to 1/2. ഓക്കെ, ആൻഡ് q is equal to 1/2. ഇത് നമ്മൾ അങ്ങനെയാണ് അസ്യൂം ചെയ്യാറ്. പ്രോബബിലിറ്റി ഓഫ് ഹാവിംഗ് എ ബോയ് എന്ന് പറയുന്നത് 1/2 ആൻഡ് പ്രോബബിലിറ്റി ഓഫ് ഹാവിംഗ് ഗേൾ 1/2. ഓക്കെ, സോ എന്നിന്റെ വാല്യൂ കിട്ടി, ക്യാപിറ്റൽ എന്നിന്റെ വാല്യൂ കിട്ടി. ദെൻ ക്വസ്റ്റ്യൻ എന്താ? ഫസ്റ്റ് വൺ, 2 boys and 2 girls. 2 boys and 2 girls. അത് എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് എന്താണ്? r equal to 2 ആണ് അല്ലെ? പ്രോബബിലിറ്റി ദാറ്റ് r equal to 800 ഫാമിലീസ് ഉണ്ട്. സോ നമ്മളത് പ്രോബബിലിറ്റി ഓഫ് 2 ആണ് അല്ലെ? 800 ഫാമിലീസ് ഉണ്ട്. സോ 800 into 4c2 1/2 സ്ക്വയർ 1/2 സ്ക്വയർ കമ്പ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? at least one boy. at least one boy. So at least one boy എന്ന് പറഞ്ഞാല് 1 boy ആകാം, 2 boy ആവാം, 2 boys ആവാം, 3 ആവാം, 4 ആവാം. ഓക്കെ, ഇത് നമുക്ക് വേണമെങ്കിൽ അതിന്റെ കോംപ്ലിമെന്റ് എടുത്തിട്ട് മൈനസ് ചെയ്താലും കിട്ടും കേട്ടോ. 1 മൈനസ് പി ഓഫ് എ ഈക്വൽ ടു നമ്മൾ 1 മൈനസ് പി ഓഫ് എ കോംപ്ലിമെന്റ് അല്ലേ? അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ആഡ് ചെയ്തും ചെയ്യാം. 4 ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. വലിയ നമ്പർ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. എക്സ്പെക്ടഡ് നമ്പർ ഓഫ് ഫാമിലീസ് ഹാവിംഗ് അറ്റ്ലീസ്റ്റ് 1 boy. അറ്റ്ലീസ്റ്റ് 1 boy എന്ന് പറയുമ്പോൾ പി ഓഫ് r ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലെ? പി ഓഫ് r ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ദാറ്റ് ഇസ് പി ഓഫ് r either p of r equal to 1 plus p of r equal to 2 plus p of 3 plus p of 4. p of 1 എന്ന് പറയുമ്പോൾ 4c1 1/2 into 1/2 whole cube plus p of 2 എന്ന് പറയുമ്പോൾ 4c2 1/2 whole raised to 2 into 1/2 whole raised to 2. Next p of 3, next p of 4 compute ചെയ്യാം. So we have 800 families. So 800 കൊണ്ട് multiply ചെയ്ത് ആൻസർ compute ചെയ്യാം. Next question, no girl. Third one is no girl. No girl എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആകെയുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് 4 ബോയ്സ് ആയിരിക്കും അല്ലെ? 4 ബോയ്സ് ആയിരിക്കും. 800 into 4c4 1/2 whole raised to 4 വരും. That is 50. Then next question, at most 2 girls. At most 2 girls. അപ്പം മാക്സിമം 2 ഗേൾസ് വരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ 0 ഗേൾസ് വരാം, 1 ഗേൾ വരാം, 2 ഗേൾ വരാം. അപ്പൊ ആ പ്രോബബിലിറ്റീസ് ആഡ് ചെയ്യാം. 0 ഗേൾ, 1 ഗേൾ, 2 ഗേൾ.
ഓക്കെ, ഇതില് കുറെ ക്വസ്റ്റ്യൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് പറ്റുന്ന പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കാം. ആൻസറും ഉണ്ട് ഇതിന്റെ താഴെ, ആൻസേഴ്സും കൊടുത്തിട്ടുണ്ട്. കിട്ടുന്നില്ലെങ്കിൽ പറയാം, നമുക്ക് ചെയ്ത് നോക്കാം. കേട്ടോ, ഇഷ്ടംപോലെ പ്രോബ്ലംസ് ഉണ്ട് ബൈനോമിയല്. എല്ലാം സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അതായത് ഒരു എക്സ്പെരിമെന്റ് 2 ഔട്ട്കംസ് അല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും അറിയാം. പിന്നെ ചില പ്രോബ്ലംസിൽ നമുക്ക് എന്തെങ്കിലും ട്രിക്കി ആയിട്ട് ഇത് എങ്ങനെയാ എന്താ ഫോമുല വരുന്നേന്നുള്ള ഡൗട്ട്സ് എല്ലാം സാധ്യതയുണ്ട്. അങ്ങനെ എല്ലാം വരുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. പോസോൺ ഡിസ്ട്രിബ്യൂഷൻ. സോ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നമ്മൾ ഇവിടെ പറഞ്ഞു. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ ഒരു ലിമിറ്റിംഗ് കേസ് ആയിട്ട് നമുക്ക് എന്തിനാ പറയാം, പോസോൺ ഡിസ്ട്രിബ്യൂഷനെ പറയാം. ദാറ്റ് ഈസ് n is very large. n എന്ന് പറയുന്നത് അപ് ടു ഇൻഫിനിറ്റി പോവാണ്. ആൻഡ് പിയുടെ വാല്യൂ, അതായത് പ്രോബിലിറ്റി ഓഫ് സക്സസ് പിയിലെ പിന്റെ വാല്യൂ ഇസ് വെരി സ്മോൾ. അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് എന്ത് പറയാം, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ is considered as a Poisson distribution. If the parameters n and p of the binomial distribution are known, we can find the distribution. But in situations n is very large and p is very small, application of binomial distribution is very laborious. And however, if we assume that as n tends to infinity and p tends to 0, such that np always remains finite, say lambda, we get Poisson approximation to binomial distribution. That is, if n tends to infinity and p tends to 0, we consider np. np എന്തായിരുന്നു നമ്മുടെ np ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലെ np എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, മീൻ ആണ്, മീൻ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ. np is lambda. np എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആയിട്ടും lambda എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആയിട്ട് അസ്യൂം ചെയ്യും. ആൻഡ് ഇതാണ് നമ്മുടെ പോസോൺ ഡിസ്ട്രിബ്യൂഷന്റെ പാരാമീറ്റർ ആയിട്ടും വരുന്നത്. ഓക്കെ, സോ ആസ് n tends to infinity and p is very small, we get Poisson approximation to the binomial distribution. And ഇതിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. നമുക്ക് NCR, P raised R, Q raised n minus R എന്നുള്ളത് തന്നെ നമുക്ക് ഈ ഒരു ഫോർമുല ഡിറൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഫോർമുല പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാം, NCR, Q raised R, P raised R, Q raised n minus R. ഓക്കെ, സോ അവിടെ നിന്ന് നമുക്ക് np is equal to lambda. np equal to lambda എന്നാണല്ലോ നമുക്ക് കിട്ടിയത്. np equal to lambda ഒരു കോൺസ്റ്റന്റ് നമുക്ക് കിട്ടി. ആൻഡ് ദെൻ p is equal to എങ്ങനെ എഴുതാം, p equal to lambda by n എന്ന് എഴുതാം. ഓക്കെ, സോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഈ ഒരു ഫോർമുലയില് നമ്മള് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, പിക്ക് പകരം അല്ലേ, p raised r, q raised n minus r. q എന്ന് പറഞ്ഞാൽ 1 minus p, 1 minus p raised n minus r. സോ p raised r ന് പകരം എന്ത് കൊടുക്കാം, p ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, ഈ lambda by n ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. lambda by n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, lambda by n raised r, then 1 minus p raised n minus r, 1 minus lambda by n whole raised n minus r കേട്ടോ. then അതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഈ n മൈനസ് ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, 1 മൈനസ് ലാംഡ റേസ്ഡ് n മൈനസ് ആർ എന്ന് പറഞ്ഞാൽ എന്താ, 1 മൈനസ് ലാംഡ ബൈ n ഹോൾ റേസ്ഡ് n ബൈ 1 മൈനസ് ലാംഡ ബൈ n ഹോൾ റേസ്ഡ് r എന്ന് എഴുതാം അല്ലേ. ലാംഡ റേസ്ഡ് r n എന്ന് പറഞ്ഞ ഇവിടെ ഉണ്ട് കേട്ടോ, ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പില്. ഓക്കെ, സോ ഇതിനെ നമ്മളിവിടെ ഈ ഒരു n റേസ്ഡ് r നമ്മളിവിടെ എക്സ്പാൻഡ് ചെയ്തു അല്ലെ. ഇവിടുത്തെ ഒരു n റേസ്ഡ് ആറിനെ ഇവിടെ എക്സ്പാൻഡ് ചെയ്ത് n എന്ന് പറയുന്ന ഓരോ ടേംസിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഫസ്റ്റ് വൺ 1 ആയിട്ട് മാറും. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 1 ആവും. സെക്കൻഡ് ടേം 1 മൈനസ് 1 ബൈ n അല്ലെ, ഈ ടേം ആവും 1 മൈനസ് 1 ബൈ n. ഈ ടേം എന്താവും 1 മൈനസ് 2 ബൈ n. അങ്ങനെ നമുക്ക് 1 മൈനസ് r മൈനസ് 1 ബൈ n എഴുതാം. ഇത് എന്തിനാ ഇങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ലിമിറ്റ് ആണ് അല്ലെ, n ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. As n tends to infinity, 1 minus 1 by n ഒക്കെ എങ്ങോട്ട് പോകും, 1 by n tends to എന്താവും 0 ആവും അല്ലെ. As n tends to infinity, 1 by n tends to 0 ആവും. നമുക്ക് ഇവിടെ as n tends to infinity
1 minus 1 by n, 1 minus 2 by n, etc. 1 minus r minus 1 by n ഇതെല്ലാം ടെൻസ് ടു 1 ആകും. കാരണം 1 by n എന്ന് പറയുന്ന വാല്യൂ 0 പോകുമ്പോൾ 1 മൈനസ് 0 1 പോകും. സോ ഇതെല്ലാം 1 പോകും. ഓൾസോ ഈ ഒരു ടേം ഉണ്ട്, ഈ ഒരു ഇക്വേഷൻ, അതായത് ആസ് x tends to infinity 1 plus 1 by x whole raised x is e ആണ്. 1 plus 1 by x whole raised x e ആണ്. ദെൻ ഈ ഒരു ടേം നമുക്ക് എങ്ങനെ എഴുതാം? ഇത് 1 minus lambda by n whole raised minus n by lambda whole raised minus lambda. ഇതിനെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 1 plus എഴുതാം 1 by n by lambda മൈനസ് n by lambda എന്ന് എഴുതാലോ അല്ലെ, ഹോൾ റേസ്ഡ് മൈനസ് n by lambda എന്ന് എഴുതാം. അപ്പൊ ഏത് ഫോമിൽ വന്നു? 1 plus 1 by x ഹോൾ റേസ്ഡ് x എന്ന് പറഞ്ഞില്ലേ, ദാറ്റ് ഈസ് e അല്ലേ. അപ്പൊ ഈ ടേം എന്ന് പറയുമ്പോൾ e വരും, e റേസ്ഡ് മൈനസ് ലാംഡ, e റേസ്ഡ് മൈനസ് ലാംഡ. ഓക്കെ, സോ e റേസ്ഡ് മൈനസ് ലാംഡ എന്ന് വരും. അതും കൂടെ അല്ലേ ഉള്ളൂ ആദ്യ ടേംസില്. ഏതൊക്കെ ടേംസ് ഉള്ളത്? നമുക്ക് ഇവിടെ ലാംഡ റേസ്ഡ് ആർ ബൈ ആർ ഫാക്ടോറിയൽ ഉണ്ട്, അത് അങ്ങനെ തന്നെ നിൽക്കും. ബാക്കി ഈ ടേംസ് എല്ലാം 1 പോകുന്നത് അല്ലെ. 1 into 1 into 1 into 1 into 1 വരും. പിന്നെ ഈ ഒരു ടേം ആണ് നമ്മളിവിടെ പറഞ്ഞത്, എന്ത് പറഞ്ഞു? ഇയിലോട്ട് ഇ റേസ്ഡ് മൈനസ് ലാംഡ, ഇ റേസ്ഡ് മൈനസ് ലാംഡ എന്ന് പറഞ്ഞു. ഓക്കെ, ഓൾസോ ആ ഒരു ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഈ ടേം ആണെങ്കിലും അങ്ങോട്ട് പോകും. ആസ് n tends to ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഈ ടേം എന്ന് പറഞ്ഞാലും n tends to ഇൻഫിനിറ്റി പോകുമ്പോൾ ലാംഡ ബൈ n എന്ന് പറയുമ്പോൾ 0 പോകും. സോ ഇത് 1 ആയി പോകും കേട്ടോ. ഈ ടേം 1 ആകും, ഈ ടേംസ് ഇതെല്ലാ ടേംസും 1 ആകും. ആൻഡ് ഇവിടെ ഒരു ലാംഡ റേസ്ഡ് ആർ ബൈ ആർ ഫാക്ടോറിയൽ ഉണ്ട് ഇൻറ്റു പിന്നെ ഈ ടേം ഇതെന്ത് വരും? 1 മൈനസ് ലാംഡ ബൈ n ഹോൾ റേസ്ഡ് മൈനസ് n ബൈ ലാംഡ എന്ന് പറഞ്ഞാൽ ഇ ആന്ന് പറഞ്ഞു, ഇ റേസ്ഡ് മൈനസ് ലാംഡ. സോ ഇതാണ് നമ്മുടെ എന്ത് വരുന്നത്? പ്രോബബിലിറ്റി ദാറ്റ് x ഈക്വൽ ടു r. എന്തിന്റെ? പോസോൺ ഡിസ്ട്രിബ്യൂഷൻ. That is probability of x equal to r equal to lambda raised to r e raised to minus lambda by r factorial. R equal to 0, 1, 2, 3, etc. So, ഇതും ഇമ്പോർട്ടന്റ് ആണ്, ഇത് അറിഞ്ഞിരിക്കണം. So, Poisson distribution എന്ന് പറയുന്നത് എന്താണ്? It is a limiting case of binomial distribution. And here lambda is a finite number and it is NP. And this equation represents the probability distribution of Poisson probability distribution. And lambda is the parameter of the distribution. നേരത്തെ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? n and p. ഇവിടെ Poisson ഡിസ്ട്രിബ്യൂഷന്റെ പാരാമീറ്റർ എന്ന് പറയുന്നത് ലാംഡ. ലാംഡ is the parameter. The sum of the probabilities P of R for R equal to 0, 1, 2, 3, etc. is 1 since P of 0. അത് നമുക്കറിയാം, സം ഓഫ് ദ പ്രോബബിലിറ്റീസ് എന്ന് പറയുന്നത് 1 ആണ്. ഇനി ഇവിടെ നമുക്കത് പ്രൂവ് ചെയ്യാനും പറ്റും, കാരണം സം ഓഫ് P of 0 plus P of 1 is equal to, നമുക്ക് ഇത് ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ ഫോർമുല തന്നെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. റേസ്റ്റ് മൈനസ് ലാംഡ ലാംഡ റേസ്റ്റ് ആർ ബൈ ആർ ഫാക്ടോറിയൽ. ആ ഫോർമുലയിൽ ജസ്റ്റ് ആറിന് വാല്യൂസ് ഇട്ട് കൊടുത്ത് സം ചെയ്യുമ്പോൾ ഈ റേസ്റ്റ് മൈനസ് ലാംഡ കോമൺ എടുക്കാം. റേസ്റ്റ് മൈനസ് ലാംഡ കോമൺ എടുത്ത് എന്താ വരിക? 1 പ്ലസ് ലാംഡ ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് ലാംഡ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ എക്സെട്ര. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇയുടെ ഫോർമുലയാണ്, ഇ റേസ്റ്റ് ലാംഡയുടെ ഫോർമുലയാണ്. ഇ റേസ്റ്റ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ അല്ലേ? പഠിച്ചിട്ടില്ലേ ഇ റേസ്റ്റ് എക്സിന്റെ ഫോർമുല? ഇ റേസ്റ്റ് ലാംഡയുടെ ഫോർമുലയാണ് ഈ ബ്രാക്കറ്റിൽ കിടക്കുന്നത്. സോ ഇ റേസ്റ്റ് മൈനസ് ലാംഡ ഇൻറ്റു റേസ്റ്റ് ലാംഡ എന്ത് വരും? 1 വരും. സോ സം ഓഫ് ദ പ്രോബബിലിറ്റീസ് ഈസ് 1. നെക്സ്റ്റ് റെക്കറൻസ് ഫോർമുല. റെക്കറൻസ് ഫോർമുല നമ്മൾ പി ഓഫ് ആറിന്റെ ഫോർമുല എടുക്കാം.
P of R ഫോർമുല e raised മൈനസ് ലാംഡ ലാംഡ raised R by R ഫാക്ടോറിയൽ. P of R plus 1 ഫോർമുല നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ P of R plus 1 രണ്ടിന്റെ ഫോർമുല എടുക്കുക, അതൊന്ന് ഡിവൈഡ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിക്കറൻസ് ഫോർമുല കിട്ടും. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് R ഫാക്ടോറിയലും R plus 1 ഫാക്ടോറിയലും ഉണ്ട് അല്ലെ. അപ്പൊ R by അത് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ വി ഗെറ്റ് P of R plus 1 is equal to lambda by R plus 1 into P of R എന്നാണ് കിട്ടുന്നത്. Lambda by R plus 1 into P of R. ചിലപ്പോ നമുക്ക് ക്വസ്റ്റ്യനില് റെക്കറൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് വരും. അപ്പൊ നമ്മൾ ഈ ഫോർമുല അറിഞ്ഞിരിക്കണം. അറിഞ്ഞില്ലെങ്കിലും നമുക്ക് അപ്പൊ തന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അല്ലെങ്കിൽ റെക്കറൻസ് ഫോർമുല എന്താന്നുള്ളത് അറിഞ്ഞിരിക്കണം കേട്ടോ. ചില ക്വസ്റ്റ്യൻസ് വരുന്നത് റെക്കറൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞായിരിക്കും. Mean and variance of Poisson distribution. Mean and variance. So നേരത്തെ നമ്മൾ ചെയ്ത പോലെ മീനിന്റെ ഫോർമുല എഴുതാം. സമ്മേഷൻ R P of R. Then P of R എന്താണെന്ന് അറിയാലോ, ലാംഡ raised R e raised മൈനസ് ലാംഡ ബൈ R ഫാക്ടോറിയൽ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. Then e raised മൈനസ് ലാംഡ ഇൻറ്റു അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്തു. ദെൻ നമുക്ക് എന്ത് കിട്ടും? ഇത് നമ്മൾ നേരത്തെ ഇപ്പൊ കണ്ടതാണ്. ഈ ലാംഡ കോമൺ എടുത്താൽ തന്നെ എന്ത് കിട്ടും? ലാംഡ ഇൻറ്റു 1 പ്ലസ് ലാംഡ ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് ലാംഡ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ എന്താണ്? e raised ലാംഡ ആണ്. ക്യാൻസൽ ആയി ലാംഡ എന്ന് കിട്ടും. സോ മീൻ ഇസ് ഈക്വൽ ടു ലാംഡ. മീൻ എന്താണ്? ലാംഡ. ദെൻ വേരിയൻസും ഇതുപോലെ തന്നെ നമ്മൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എക്സ്പാൻഡ് ചെയ്യാം. ഫോർമുല എന്താണ്? ആർ സ്ക്വയർ പി ഓഫ് ആർ മൈനസ് മ്യൂ സ്ക്വയർ ആണ്. അതിൽ പി ഓഫ് ആറിന്റെ ഫോർമുല ഇടാം. e raised മൈനസ് ലാംഡ ലാംഡ raised R by R ഫാക്ടോറിയൽ മൈനസ് ലാംഡ സ്ക്വയർ. ദെൻ എക്സ്പാൻഡ് ചെയ്ത് R ഈക്വൽ ടു വാല്യൂസ് കൊടുക്കുക. ദെൻ കോമൺ എടുക്കാൻ പറ്റുന്നതെല്ലാം കോമൺ എടുക്കുക. ദെൻ 1 പ്ലസ് 2 ലാംഡ ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര അങ്ങനെ ഒരു ഫോർമുല ആണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഈ 2നെ നമുക്ക് 1 പ്ലസ് 1 ആയിട്ട് എഴുതാം, 3നെ 1 പ്ലസ് 2 ആയിട്ട് എഴുതാം. ഓക്കെ, 2നെ 3 ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇതിന് മാറ്റി എഴുതാം. സോ അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു ടേംസ് സ്പ്ലിറ്റ് ചെയ്ത് 1 പ്ലസ് ലാംഡ ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് ലാംഡ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ഒരു ടേമിനും സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ഇതിനെ എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് e raised ലാംഡ ആയിട്ട് കിട്ടും. ദിസ് ഇസ് e raised ലാംഡ അല്ലേ? ദിസ് ഇസ് e raised ലാംഡ. ദെൻ നെക്സ്റ്റ് ടേം എന്താ വരുന്നത്? ലാംഡ ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് 2 ലാംഡ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് 3 ലാംഡ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ അങ്ങനെ ഒരു ടേം ആണ് വരുന്നത്. സോ അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു ലാംഡ കോമൺ എടുക്കാം. അപ്പൊ നമുക്ക് 1 പ്ലസ് ലാംഡ ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് ലാംഡ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞൊരു ടേം കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ എന്താണ്? ഇ ആണ്, e raised ലാംഡ ആണ്. സോ ലാംഡ e raised ലാംഡ എന്ന് വരും. സോ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലി ആൻസർ കിട്ടുന്നത് ലാംഡ തന്നെയാണ്. ഓക്കെ, സോ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ഇസ് ഓൺലി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ ഈക്വൽ ടു വേരിയൻസ് അല്ലെ? മീൻ ഈക്വൽ ടു വേരിയൻസ് ഈക്വൽ ടു ലാംഡ. മീനും വേരിയൻസും എന്താണ് നമുക്ക് കിട്ടുന്നത്? ലാംഡയാണ്. Mean and the variance of the Poisson distribution is equal to the parameter lambda. Also, we know that Poisson distribution is the limiting case of binomial distribution. അല്ലെ? Limiting case of binomial distribution എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇതിനെ ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാം? As n tends to infinity and p tends to 0 ആണ് നമ്മുടെ Poisson distribution വരുന്നത്. And np is equal to lambda. And mean of the Poisson distribution നമുക്കറിയാം, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്താണ്? എൻ പി ആണ് അല്ലെ? ആസ് n tends to infinity it is lambda. ആൻഡ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ വേരിയൻസ് എൻ പി ക്യൂ ആണ്. എൻ പി ഇൻറ്റു 1 മൈനസ് പി അല്ലെ? എൻ പി ഇൻറ്റു 1 മൈനസ് പി. പി ഈസ് ഈക്വൽ ടു ലാംഡ ബൈ എൻ. സോ ലാംഡ ഇൻറ്റു 1 മീൻസ് ലാംഡ ബൈ എൻ. ആസ് n tends to infinity ലാംഡ ബൈ എൻ എന്താവും? n tends to infinity lambda by n tends to 0. So that is lambda. Okay. ഒരു പ്രോബ്ലം കൂടി നോക്കാം. If the variance of the Poisson distribution is 2,
Find the probabilities for R equal to 1, 2, 3, 4 from the recurrence relation of the Poisson distribution. വേരിയൻസ് ഓഫ് ദ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട് 2 ആണ് തന്നിട്ടുണ്ട്. നമുക്കറിയാം വേരിയൻസ് ആണ് എന്താണ് ലാംഡ ആണ് അല്ലെ. വേരിയൻസ് ഇസ് ലാംഡ. ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ പ്രോബബിലിറ്റീസ് ഫോർ ആർ ഈക്വൽ ടു 1, 2, 3, 4 ഫ്രം ദ റെക്കറൻസ് റിലേഷൻ. ഉണ്ടോ? റെക്കറൻസ് റിലേഷൻ യൂസ് ചെയ്തിട്ട് വേണം ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ. സോ റെക്കറൻസ് റിലേഷൻ നമുക്കറിയാം പി ഓഫ് ആർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു ലാംഡ ബൈ ആർ പ്ലസ് 1 ഇൻറ്റു പി ഓഫ്. സോ ലാംഡയുടെ വാല്യൂ അറിയാം എന്താണ് 2 ബൈ ആർ പ്ലസ് 1 ഇൻറ്റു പി ഓഫ് ആർ. ആൻഡ് പി ഓഫ് ആറിന്റെ വാല്യൂ അറിയാം e raised to minus lambda lambda raised to r by r factorial. ദെൻ ഫസ്റ്റ് നമുക്ക് ഇപ്പൊ റെക്കറൻസ് റിലേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? r equal to 0 ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പി ഓഫ് 0 കണ്ടുപിടിച്ച് വെക്കാം. പി ഓഫ് 0 കണ്ടുപിടിക്കാം. e raised to minus 2 ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. പി ഓഫ് ആറിന്റെ ഇക്വേഷൻ ഇല്ലേ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി ഓഫ് 0 e raised മൈനസ് ലാംഡ മൈനസ് 2 വരും ഇൻറ്റു ലാംഡ റേസ്റ്റ് ആർ ലാംഡ റേസ്റ്റ് 0 1 വരും ഡിവൈഡഡ് ബൈ 0 ഫാക്ടോറിയൽ. 0 ഫാക്ടോറിയൽ ഇസ് ഓൾസോ 1. e raised മൈനസ് 2 എന്നാണ് ആൻസർ. സോ പി ഓഫ് 0 നമുക്ക് കിട്ടി. പി ഓഫ് 0 കിട്ടിക്കഴിഞ്ഞാൽ റെക്കറൻസ് റിലേഷൻ ഈ റിക്കറൻസ് റിലേഷൻ യൂസ് ചെയ്തിട്ട് പി ഓഫ് 1ഉം പി ഓഫ് 2ഉം എല്ലാം കണ്ടുപിടിക്കും. സോ റെക്കറൻസ് റിലേഷൻ യൂസ് ചെയ്യുക. പി ഓഫ് 1 എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 ബൈ ആർ ഈക്വൽ ടു 0 അല്ലെ. 0 പ്ലസ് 1 2 ഇൻറ്റു പി ഓഫ് ആർ 2 ഇൻറ്റു പി ഓഫ് 0 കണ്ടുപിടിക്കുക. പി ഓഫ് 2 കണ്ടുപിടിക്കുക. 2 ബൈ 2 ഇൻറ്റു പി ഓഫ് 1 അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുക. ഇന്ന് തന്നെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ പ്രോബ്ലംസ്. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. ഇതിലാകെ 3-4 പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാനും ഉണ്ട് തന്നിട്ടുണ്ട്. പറ്റാവുന്ന പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. അസ്യൂം ദാറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ കോൾ മൈനർ being killed in a mine accident during a year is 1 by 2400. Use Poisson distribution to calculate the probability that mine employing 200 miners there will be at least one fatal accident in a year. So probability എന്നുള്ളത് 1 by 2400. N value 200 ആണ്. 200 minus ആണ്. So lambda equal to np. Poisson distribution തന്നിട്ടുണ്ട്. So P of R is equal to e raised to minus lambda lambda raised to r by r factorial. Okay, e raised to minus lambda lambda raised to r by r factorial. Substitute ചെയ്യാം. Then question എന്തായിരുന്നു? Probability that at least one fatal accident. അപ്പം അറ്റ്ലീസ്റ്റ് വൺ ആക്സിഡന്റ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വാല്യൂസും നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് വെക്കാൻ പറ്റുമോ? അതായത് 200 എണ്ണം ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എല്ലാ വാല്യൂസും ഇങ്ങനെ ആഡ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അറ്റ്ലീസ്റ്റ് 1 എന്ന് പറയുമ്പോൾ എന്താണ്? അറ്റ്ലീസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? r ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് അല്ലെ. പ്രോബിലിറ്റി ദാറ്റ് r ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പൊ അതിനെന്ത് ചെയ്താൽ മതി? കോംപ്ലിമെന്റ് ചെയ്താൽ മതി. അതായത് r ലെസ് ദാൻ 1 ദാറ്റ്സ് ഈക്വൽ ടു 1 മൈനസ് p ഓഫ് r ലെസ് ദാൻ 1 അല്ലെ. ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ എന്ത് മാത്രമേ ഉള്ളൂ? r equal to 0. അതായത് 1 minus p of 0. 1 minus p of 0. p of 0 എന്നുള്ളത് നമുക്ക് ഇതിൽ ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ p of 0 അതിൽ കണ്ടുപിടിക്കാം. ഓക്കെ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. അറ്റൻഡൻസ്, പേരും റോൾ നമ്പറും ക്ലാസും മെസ്സേജ് ചെയ്തു കേട്ടോ. ഓക്കെ, പ്രോബ്ലംസ് മാക്സിമം ചെയ്ത് നോക്കാം. പോസോൺ ഡിസ്ട്രിബ്യൂഷൻ വരെ കവർ ആയിട്ടുണ്ട്. 2 പ്രോബ്ലംസ് കൂടി നമുക്ക് ചെയ്യാം. ഇതില് തന്നിട്ടുള്ള എക്സസൈസ് ആയിട്ടുള്ള പ്രോബ്ലംസ് മാക്സിമം ചെയ്യാം. ഓക്കെ.
താങ്ക് യു.